കുറച്ചു ദിവസം ലാക്കപ്പിൽ കിടക്കണമെന്നായിരുന്നു എന്റെ ജാതകം. അത് നടന്നു. ഇൻസ്പെക്ടറുടെ കയ്യിൽ നിന്ന് ഇത്തവണ ഇടികൊള്ളാതെ രക്ഷപ്പെട്ടത് എന്റെ കാരണന്മാരുടെ ഭാഗ്യം. ഇനി ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അത്ര പന്തിയല്ല. ഇവിടെ താമസിക്കാൻ ഞാനില്ല. ഇവിടെ താമസിക്കാതെ പിന്നെ നിന്റെ അമ്മയുടെ നായരുടെ വീട്ടിൽ പോയി താമസിക്കും. എടാ, ഇത് അനാഥമായിട്ട് കിടക്കല്ലേ? അങ്ങനെ അങ്ങ് പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? പോലീസിനെയും പട്ടാളത്തിനെയും പേടിക്കാം, ഇനി ഈ ശവികളെ കൂടെ പേടിക്കണോ? അതെ, ഇപ്പൊ സ്റ്റേഷനിൽ പോരാൻ പറ്റിയ നിങ്ങളെ ഭാഗ്യം. ഇനി നിങ്ങൾ അതിന്റെ പിന്നാലെ ചുറ്റിത്തിരി നടക്കണ്ട. കട്ടോനെ കണ്ടിട്ടില്ലേ കണ്ടോനെ പിടിക്കാന്ന് പറഞ്ഞ മാതിരിയോ അവസാനം. നിങ്ങളാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് വരെ പറഞ്ഞ് കേസ് ഉണ്ടാക്കി നിങ്ങളെ കൊടുക്കും. കുരുങ്ങുന്നെങ്കിൽ കുരുങ്ങട്ടെ. മമ്മിക്ക് എന്ത് പറ്റിയെന്ന് അറിയണം. അതിന് ഈ എന്തിനാ കിടന്ന് ബേജാറാവണ്? എന്തെങ്കിലും ആവട്ടെ എന്ന് നിങ്ങൾ അതിൽ ഇടപെടണ്ട. എന്തേ? ഇല്ല, എവിടെയാണെങ്കിലും മമ്മിയെ കണ്ടുപിടിച്ച് തീരൂ. എടാ, നീ ഞാൻ പറയണോന്ന് കേക്ക്. അവർ എവിടെങ്കിലും പോയി തൊലയട്ടെ. ഞമ്മക്ക് എന്ത് കാര്യം? വെറുതെ പുലിവാല് പിടിക്കണ്ട. ഒന്ന് നിർത്തണ്ടേക്ക. അവര് നിങ്ങൾക്ക് ആരും അല്ലായിരിക്കാം. എനിക്കങ്ങനെയല്ല. വളരെ സ്നേഹമുള്ള സ്ത്രീയായിരുന്നു. എനിക്കെന്തോ മമ്മിയോട് വല്ലാത്ത അടുപ്പം തോന്നി. സ്വന്തം അമ്മയോടൊന്നു പോലെ. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മമ്മി എവിടെയാണെന്ന് അറിഞ്ഞിട്ട് ഇനി ഞാൻ എങ്ങോട്ടേക്കുള്ളൂ. പോലീസുകാർ അന്വേഷിക്കുന്നില്ലേ? എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. മുമ്പൊരിക്കലും ഒരാൾ ഇവിടെ വന്ന് അവരുമായി വഴക്കുണ്ടാക്കുന്ന ഞാൻ കണ്ടു. ആര്? എപ്പോ? കഴിഞ്ഞ മാസത്തിലെന്നാ തോന്നുന്നത്. ഒരു സന്ധ്യക്ക് ഞാൻ ഗ്യാസ് കൊടുക്കാൻ വന്നപ്പോഴാ അവര് ഒരുപാട് കരയുന്നതും കണ്ടു. ആരാള്? അതൊന്നും എനിക്കറിയില്ല. ഞാൻ അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. നീ വിഷമിക്കൊന്നും വേണ്ട. 2-3 ദിവസം കഴിഞ്ഞ് അവരിങ്ങി വരും. അവർക്ക് ആരെങ്കിലും ഒക്കെ കാണാതിരിക്കോ? ഇനി പിറന്നാളായതുകൊണ്ട് ബന്ധുക്കളുടെ അടുത്തെങ്ങാനും പോയി സദ്യയൊക്കെ കൊണ്ട് പാർട്ടി സുഖിച്ചിരിക്കുകയായിരിക്കും. ഒരു ഉറുമ്പിനെ പോലും നുള്ളി നോക്കുന്നത് എനിക്കിഷ്ടമല്ല. നമ്മൾ തമ്മിൽ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു വഴക്കിന്റെ വല്ല കാര്യമുണ്ടോ? എത്രയോ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, കേട്ടില്ല. അതുകൊണ്ടല്ലേ ഇവിടെയൊക്കെ വരേണ്ടി വന്നത്. എനിക്ക് ചെറിയൊരു ഉപകാരം ചെയ്തു തരണം. ഞാൻ പറയുന്നിടത്തെല്ലാം ഒപ്പിട്ട് തരണം. നിങ്ങൾക്ക് ഈ സ്വത്തിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല, ഞാൻ ഒപ്പിടില്ല. എന്ത് വേണമെങ്കിലും ചെയ്തു. എന്തിനാ നമ്മൾ തമ്മിൽ ഈ വാക്ക് തർക്കം? എനിക്കൊരു വഴക്കുമില്ല. ദുഷ്ടൻ, കൊല്ലടാ എന്നെ, കൊല്ലേ. എന്തിനാ ഒച്ച വെക്കുന്നത്? ഇത് നിങ്ങളുടെ വീടല്ല. ഒച്ച വെച്ചാൽ ഓടി വരാൻ അയൽക്കാരാരുമില്ല. പ്ലീസ്, വെറുതെ വാശി പിടിക്കണ്ട. വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഏതായാലും ശാന്തമായി ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. ഇവിടെ കിടന്നാകുമ്പോ സ്വസ്ഥമായിട്ട് ആലോചിക്കാം. ശല്യപ്പെടുത്താൻ ആരും വരില്ല. ഓക്കേ? അവർ രണ്ടുപേരും ആരാണെന്ന് അന്വേഷിച്ചോ? ഇവിടെയെങ്ങുള്ളവരല്ല. അവർക്ക് ഗ്യാസിന്റെ ഇടപാടാണെന്നാ. ഒരു കോയയാണ് അവരുടെ സഹായി. ഉണ്ണി, പത്രത്തിലെ പരസ്യം കണ്ടിട്ട് ബന്ധുക്കൾ ആരെങ്കിലും വരുമെന്നാ കരുതിയത്. അതുമില്ല. എന്റെ ബലമായ സംശയം കാശിയിലോ രാമേശ്വരത്തോ ആ പാവ അമ്മ സന്യസിക്കാൻ പോയി കാണുമെന്നാ. ആ പ്രായമാണല്ലോ. ഏയ്, അങ്ങനെയൊന്നും ആവില്ല. മമ്മി വരും, വരാതിരിക്കില്ല. അതുവരെ നമുക്ക് കോള്, മേഷ, ശാപ്പാട്, അല്ല ഒന്നാന്തരം വീട്. ഇനി അവർ വന്നില്ലെങ്കിലോ ഈ വീട് നമുക്ക് സ്വന്തം. ആ കോയയുടെ കൂടെ കിടന്ന് ശരീരത്തിലെ ചോര മുഴുവൻ കൊതു കൊണ്ടുപോയി. ചിലപ്പാ ഓ, നമുക്ക് ചുറ്റുപാടുള്ളവരുടെ വീടുകളിലൊക്കെ ഒന്ന് തിരക്കാം. ഓ, നമ്മൾ തമ്മിൽ പരിചയമില്ല. ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. നിങ്ങളാരാ? ഒരു പരിചയമില്ലാത്ത വീട്ടിൽ കയറി താമസിച്ചിട്ട് അവിടെ വരുന്നവരോട് എങ്ങനെയാണോ പെരുമാറുന്നത്? പ്ലീസ്, കുറച്ചുകൂടി മര്യാദ വേണ്ടേ? അതല്ലേ ചോദിച്ചത്, നിങ്ങളാരാണെന്ന്. എന്നെ പരിചയമില്ല അല്ലേ? എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ. കൽപ്പാത്തിയിലെ രഥോത്സവത്തിനാണോ അതോ സുചിന്ദ്രത്തെ തേരോട്ടത്തിനോ?
സോറി, വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇത് നിങ്ങളുടെ വീടല്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോണം. പിള്ളേരാണെന്നറിയാം, പോലീസിലൊക്കെ അറിയിച്ചത് അപ്പോഴത്തെ വാശി കൊണ്ടാണെന്നും അറിയാം. സാരമില്ല, ഇനിയും സമയമുണ്ട്. ഈ രാത്രിക്കകം സ്ഥലം വിട്ടോണം. സ്ഥലം വിടാം. ഇതെന്റെ വീടാ, മനസ്സിലായി. ഞാൻ ഇനിയും വരും. എന്തിന്? അപ്പോ കൂടുതൽ ദേഷ്യത്തിലായിരിക്കും. ചിലപ്പോ രണ്ടിനെയും. വരട്ടെ. അദ്ദേഹം പറഞ്ഞ സത്യമല്ലേ? വല്ലവരുടെ വീട്ടിൽ കയറി താമസിക്കുന്ന ന്യായമാണോ? എന്തൊരു നല്ല മനുഷ്യൻ. ആ തടിയൻ അവരുടെ ആളാ. നമ്മൾ വിചാരിച്ച പോലെയല്ല. അവരും നല്ല തയ്യാറെടുപ്പില്ല. ചിലപ്പോ ഒരു തുറന്ന പോരാട്ടം തന്നെ വേണ്ടി വരും. ഏതായാലും നിങ്ങൾ അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മളെ ചെക്ക് ചെയ്യാനായിരിക്കും അവന്മാർ ആ തടിമാടൻ അവിടെ നിർത്തിയിട്ട് പോയിരിക്കുന്നേ. കൈ 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 കൈ. ഇവരാരാ? എങ്ങോട്ടാ രണ്ടും കൂടി? അതെ, നിങ്ങളാരാ? നിങ്ങൾ ആരാ? മനസ്സിലായില്ല. നീ അറേഞ്ച് ചെയ്ത എന്നെ ആരോട് ചോദിച്ചിട്ടാ നിങ്ങളിനകത്തേക്ക് കയറിയത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇത് സത്ര ഹോട്ടലൊന്നുമല്ല. അന്തസ്സും അഭിമാനവും ആഭിജാത്യമുള്ള മാന്യന്മാരായ രണ്ട് ചെറുപ്പക്കാർ താമസിക്കുന്ന വീടാണ്. അനുവാദമില്ലാതെ ഒരു വീട്ടിൽ കയറി താമസിക്കുന്നതാണോ അന്തസ്സഭിമാനവും? ഒന്നാമത് ഇവിടെ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതിനിടയ്ക്ക് ഓരോന്നും ഒന്ന് കേറിക്കോളൂ. എന്താണ് അതോ ആഗമന ഉദ്ദേശം? നീ വാടി, ആഗമനോദ്ദേശം. ഒന്ന് ഒരല് പോലെ, അടുത്തത് ഒലക്ക പോലെ. അതെ. എങ്ങോട്ടാ ഈ വച്ച് പിടിക്കുന്നത്? കൂടും കുടുക്കിയായിട്ട് ഇവിടെ താമസിക്കാമെന്നാണോ? ഇവിടെ ആരാ നിങ്ങളോട് താമസിക്കാൻ പറഞ്ഞത്? ഇതാര് കടുവ പിടിച്ച് കിടുവായോ? കടുവേം കിടുവേന്നുമല്ല, ഇവിടുത്തെ മമ്മിയുടെ ഒരേ ഒരു മോളാ ഇത്. സ്വന്തം മോളൊന്നും അല്ലല്ലോ. സ്വന്തം മോള് തന്നെ. ഈ മോൾ അല്പം ചവിട്ടും തൊഴിയുള്ള കൂട്ടത്തിലാണ്. അളിയെ സൂക്ഷിക്കണം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പത്രത്തിൽ വന്ന ഉടനെ വേണ്ടപ്പെട്ടവർ വരുന്നുണ്ടല്ലേ? ഇനിയും വരും. പതുക്കെ എനിക്ക് എന്താ എന്തു പറ്റി? ഓ, പഴത്തൊലി. ഈ കിച്ചൺ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? തൊഴുത്ത് പോലെ. ഇതാര് ക്ലീൻ ചെയ്യും? താൻ തന്നെ ക്ലീൻ ചെയ്യണം. ചൂടായല്ലേ കൊച്ചേ? സമാധാനമായിട്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം. സഹകരിക്കൂ, പരിഹരിക്കാം. പിന്നെ ഞങ്ങളിവിടെ ഭരിക്കാനും പൊറുക്കാനും വന്നൊന്നുമല്ല. മമ്മി ഞങ്ങളുടെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. മമ്മിയെ കാണാതായപ്പോ അതിന്റെ അന്വേഷണം കേട്ട് ഞങ്ങളിവിടെ കൂടിയതാ. അത് അന്വേഷിക്കാൻ തന്നെയാ ഞങ്ങളും വന്നത്. അളിയാ, ഇവിടെമാര് ലേഡി സീഡികളായിരിക്കുമെന്നാണ് എന്റെ നിഗമനം. അളിയന്റെയോ? എന്റെ സോറി. എത്രയായി? 5 രൂപ. എന്തോ മഴയായതുകൊണ്ട് രണ്ട് ത്രിഗുണം പടപടാൻ നടിച്ചാലേ ഓടിയ ക്ഷീണം തീരും. 2 ത്രിഗു ലാർജ്. ഇനി വേണം ഒന്ന് ഖുഷിയാകാൻ. സോഡ വേണ്ട, ലൈൻ ക്ലിയർ ആകട്ടെ. ആ നാറി കുറിപ്പ് നമ്മളെ പിടിച്ചു കൊടുക്കാൻ ഇറങ്ങിയിരിക്കുക. അവന്റെ കൂടെ വേറെ പോലീസുകാരും ഉണ്ടാവുന്ന എന്റെ പേടി. ഓരോന്നുകൂടിത്താ. പഴയ ഒരു ചുരുക്കം അവരുണ്ട്. രണ്ടിനെയും പിടിപ്പിക്കുമെന്ന ആണായിട്ട് പറഞ്ഞല്ലേ? ഇവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ നീ അവനെ അകത്താക്ക. ചോർന്നുപോയ ധൈര്യമൊക്കെ വെള്ളച്ചാട്ടം പോലെ പുറത്തു വരും. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ഈ നാറി എങ്ങനെ അറിഞ്ഞു? അവൻ സീഡിയല്ലേ, പട്ടിയെ പോലെ മണത്ത് കണ്ടുപിടിക്കും. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എപ്പോ വേണമെങ്കിലും അവൻ ചാടി വീഴാം. ഇതാണ് ചെകുത്താന്റെയും കടലിന്റെയും നടുക്കെന്ന് പറയുന്നത്.
വീട്ടിലേക്ക് പോയ അവന്മാരുടെ അടി, പുറത്തേക്ക് ഇറങ്ങിയ വലയുമായിട്ട് പോലീസും പട്ടാളവും. പട്ടാളത്തിന് പോകാൻ പറ. ഏത് വലയും പൊട്ടിക്കുന്ന തിമിങ്ങലമാണ് ഈ വേലപ്പൻ. ഈ ചുവടെ കളിയാക്കാളടാ. ഓ നോക്കടാ. സോറി മിസ്റ്റർ കോയ, ആരെയും വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവര് നമ്മുടെ ആളുകളല്ലേ. അവരെ ആ സ്ത്രീയുടെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത് താങ്കളല്ലേ? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അവരെന്റെ ജോലിക്കാരാണ്. അവരൊരുപാട് വീട്ടിൽ പോവാറുണ്ട്. അത് പോട്ടെ, അവരിപ്പോ എവിടെയുണ്ട്? രാവിലെ ഗ്യാസ് കൊടുക്കാൻ പോയതാ. പോലീസിൽ അറിയിച്ചത്? പോലീസിലോ? എന്ത്? അല്ല, നമ്മളല്ല. നമുക്ക് ആ സ്ത്രീനെ അറിയില്ല, ആരും അറിയില്ല. നമ്മൾ ഈ ഗ്യാസ് വിറ്റ് പച്ചരി മേടിക്കുന്ന ആളാണ്. ഓഹോ, എന്തിനാ നമ്മൾ തമ്മിലൊരു വഴക്ക്? പിന്നെ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. സത്യാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് കാര്യം ഒന്നും അറിയില്ല. ഓക്കെ ഓക്കെ മിസ് കോയ. ഈ ഒരു പണി മാത്രമേ ഞാൻ ചെയ്യാത്തതായിട്ടുള്ളൂ. ഇപ്പൊ അതുമായി. ഡോളി പറഞ്ഞ ഇതല്ല, ഇത് അപ്പുറവും ചെയ്യും. അങ്ങനെ സ്നേഹമുള്ള ആണുങ്ങൾ ആഹാ. ഇവിടെ ഒന്ന് വേഗാവട്ടെ. പണികൾ ഇനി വേറെ ഉണ്ട്. അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല. ഇവിടെ വച്ചുവിളമ്പി തരാൻ ഞങ്ങൾ വേലക്കാരൊന്നും അല്ല. ഒന്ന് പറഞ്ഞു കൊടുക്ക്. അതെങ്ങനെ? ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ബിസിനസ് കാര്യങ്ങൾ മാത്രം പറയാൻ സമയം സന്ദർഭവും കിട്ടണ്ടേ? കറക്റ്റ്. പറഞ്ഞത് കേട്ടല്ലോ. വർത്താനം പറഞ്ഞ് നിൽക്കാതെ വേഗം ഈ ജോലി തീർത്തിട്ട് വന്ന് അടുക്കളയിൽ കയറും. ഒന്ന് നിന്നേ. ആ ഞാവായിലെ പേടിച്ചെന്നല്ലേ അടുക്കളയിൽ കയറുന്നത്? ഡോളിക്ക് വേണ്ടിയാ. ഇഷ്ടമുള്ളവരോടത്ത് വർക്ക് ചെയ്യുന്ന ഒരു രസമല്ലേ? രസമാണ്, പക്ഷേ അടുക്കളയിൽ ഒറ്റയ്ക്ക് മതി. നമ്മൾ ഒന്നിക്കുന്നതേ ഡൈനിങ് ടേബിളിൽ മതി. പിന്നെ ഒരു കലം പഴങ്ങഞ്ഞി ഇരിപ്പുണ്ട്. അത് പെട്ടെന്ന് കുടിച്ച് തീർത്തേക്കണം. ഈ പഴങ്ങഞ്ഞിയുടെ കാര്യം ഇവിടെ എത്തിയോ? അതങ്ങനെ ഇതുവരെ ഒന്നും ആയില്ലേ? എന്താവാൻ? മറ്റുള്ളവരുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് 3 നേരം ദേഹാനങ്ങാതെ തിന്നാൻ കൊച്ചി രാജാവിന്റെ മരുമോനൊന്നും അല്ലല്ലോ. എത്ര നേരമായി കറിക്കരിയാൻ പറഞ്ഞിട്ട്? പിന്നെ എനിക്ക് സഹായിച്ചാൽ കൊള്ളാന്നുള്ള മനസ്സിലേക്കൊണ്ട് കൂടുതൽ വെള്ളത്തിലെടുത്തൊരു പുല്ലും ഞാൻ ചെയ്യില്ല. വെറുതെ അല്ല, മൂക്കുമുട്ട രണ്ടിനും കഴിക്കണ്ടേ? ഏതായാലും ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഞാൻ ചെയ്യാം. നാളെ മുതലേ വേലപ്പനോട് ചെയ്യിച്ചോണം. വേലപ്പനായാലും കൊള്ളാം, കോലപ്പനായാലും കൊള്ളാം. ഇവിടെ താമസിക്കണമെങ്കിൽ അടുക്കള പണി ചെയ്തേ പറ്റൂ. അതേ മുളഞ്ഞു വന്നേ. പിന്നെ 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം റെഡിയാക്കി വെച്ചോളാം. മനസ്സിലായോ? താൻ പോടോ, ഇത് നിന്റെ അച്ചി വീടൊന്നും അല്ലല്ലോ. പിന്നെ ടൗണിലെ കോളേജിൽ പോയി 4 ലക്ഷം പഠിച്ചതിന്റെ ജാടയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇതിലും വലിയ കോളേജിൽ 4-5 വർഷം ചരിച്ചിട്ട് തന്നെ ഞാനും പുറത്തിറങ്ങിയത്. നിന്റെ നടപ്പും പത്രാസൊക്കെ സ്വന്തം കയ്യിൽ വെച്ചാൽ മതി, എന്റെ അടുത്ത് വേണ്ട. മമ്മിയുടെ മോളല്ല, സാക്ഷാൽ ദേവേന്ദ്രൻ വെച്ച മുത്തുപട്ടറ മോളാണെങ്കിൽ അഭ്യാസം എന്റെ അടുത്ത് ഇറക്കിയുണ്ടല്ലോ. ആട്ടിച്ചിനെ പല്ലിയങ്ങളെയും പെട്ടെന്ന്. നാളെ പോലെ ഇവിടുത്തെ എല്ലാ ജോലികളും സ്വന്തമായിട്ട് ചെയ്തോളില്ലേ? സമയാസമയത്ത് വെച്ച് വിളമ്പിത്തരില്ലേ? ഞാൻ കൊച്ചി രാജാവിന്റെ വരുമന. ഇതെന്റെ അച്ചി വീടാ. ഏ